day. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് മുമ്പാണ്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ഞങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ യെസ്, വി ആർ ഗോയിങ് ടു പാലക്കാട്. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. സത്യമംഗലം വഴി 10-27 ഹെയർ പിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. സാധാരണ നമ്മൾ ഹൊസൂർ, സേലം അങ്ങനെയൊക്കെയാണ് പോവാറ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞ് സത്യമംഗലം വഴി പോവുകയാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ നമ്മുടെ പിള്ളേരൊന്നും ഇല്ല വീഡിയോയിൽ, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ ഫണ്ണൊക്കെ വളരെ കുറവായിരിക്കും. അവരുണ്ടെങ്കിൽ അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. നമ്മൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 178 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തുന്നതാണ്. നല്ല പീസ്ഫുൾ സ്ഥലം. നമസ്കാരം മിസ്റ്റർ. ഇത് ബസവേശ്വര കഫേ. കന്നഡ എനിക്കറിയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കടയാണ്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ചായ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? പാൽപ്പൊടി ഇട്ട പാലാണ്. ചൂട് ചായ, ഇഡ്ഡലിയും വടയും പറഞ്ഞു. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഇനി എവിടെ നിർത്തില്ല, ഇടയിൽ നിർത്തും. ചെറുതായിട്ടൊന്നും നിർത്തും. ഈ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ് നേരെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി വിളിക്കുകയാണ്. ഇഡ്ഡലി വരട്ടെ. പൂവാണോ പൂമ്പാറ്റയാണോ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇഡ്ലി മല്ലികை பூ மாதிரி இருக்கணும். അങ്ങനെ രഗില് പറഞ്ഞതാ, പൂ പോലത്തെ ഇഡ്ഡലി വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നു. ഉണ്ട് പോലെണ്ടാ? ഇലയിൽ വെക്കുന്നതാ ഇല്ല തലയിൽ വെക്കുന്നതാണ്? ഉണക്കേ ഡൗട്ട് വരണോ? ഇതൊന്നും വെക്കാൻ പറ്റില്ല. സാമ്പാർ ചട്നി. വടപ്രച്ചന ഉണ്ടാക്കുമോ ഇവിടെ? അപ്പൊ നമുക്കും കഴിക്കാം. ഓ ശരിയാണ്. നീ പറ എങ്ങനെയുണ്ട്? എന്തേലും പറ, ഒന്നും പറയാനില്ല. അങ്ങനെയൊന്നുമല്ലടാ, നന്നായിട്ട് പക്ഷേ എന്താ പറയാനുള്ള വെച്ചാ, അവരിപ്പോ മറ്റേ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് വാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഇതുണ്ട്. ചൂടാറിനല്ലേ, ചൂടാറാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട്
നമുക്ക് ഇനി പോവാണ്ട്. നമ്മൾ ആകെ ഒരു 70 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. ഇനിയുണ്ട്. അതെ, സത്യമംഗലം പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ ചായ നമ്പർ 2. ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടുത്തെ ചായ അടിപൊളിയായിട്ടുണ്ട്. സൺറൈസ് ഒക്കെ വന്ന് നമ്മൾ ആക്ച്വലി ഒരു സൺറൈസ് കാണാനാണ് ഇന്നത്. ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. കൊള്ളാം. നമ്മളൊരു അടിപൊളി വ്യൂ കണ്ട് നിർത്തിയതാണ്. കൊള്ളാമല്ലേ? ആ സൈഡ് കണ്ടിട്ട് കാവേരിയാണോ? ആ അതെ അതെ. കാവേരിയുടെ ഒരു എക്സ്റ്റൻഷൻ ആവാനാണ് സാധ്യത. മാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. മലവള്ളി പുഴയാണ്. മലവള്ളി കഴിഞ്ഞിട്ട് എത്ര നേരമായിരുന്നു? മലവള്ളി എത്തിയിട്ട് മലവള്ളിയാണോ? நீ ஊர்த்தமா உன் நல்ல மனசுக்கு நீ தான் ஜெயிப்ப. കാവേരി. ഇതാണ് കാവേരി. അതായതില്ലേ, ഇനിയും സത്യമംഗലത്തെ ഒരുപാട് ദൂരമുണ്ട്. നമ്മളിങ്ങനെ കഴിയാൻ പറഞ്ഞിട്ടിരുന്ന നടക്കുക കണ്ട ആസ്വദിച്ചാ പോയാ പറഞ്ഞിട്ടിരിക്കണം. ശരി, വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ് എന്തായാലും. 10 രൂപ റേറ്റ് ചെയ്യാം. എത്ര റേറ്റ് കൊടുക്കും? റേറ്റ് ചെയ്യാനൊക്കെ. ശരി, വാ പോവാ, വിട്ടാലോ. നമുക്കിനിപ്പോ ഓൾമോസ്റ്റ് ഒരു 128 കിലോമീറ്റേഴ്സ് ടു സത്യമംഗലം. അപ്പൊ പിടിക്കല്ലേ? ഓക്കെ. நேரா போனா போதும், அப்படியே ஸ்ரீலங்கா வந்துடும். ശ്രീലങ്ക എന്തെങ്ങനെ വെച്ചിരിക്കുന്നു? മുമ്പ് കല്ലൊന്നും ഇല്ലായിരുന്നല്ലേ? നിർത്തണ്ടാവെന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം?
നമ്മളിറങ്ങുന്നു 23ാമത്തെ എയർഫീൽഡ്. നമ്മളങ്ങനെ സത്യമംഗലത്ത് നിന്ന് ഇറങ്ങി ഹിൽസൊക്കെ ഇറങ്ങി വന്ന് താഴെ എത്തി. നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ പണ്ട് വണ്ടി നിർത്തി എല്ലാ സ്ഥലത്തും ഫുള്ള് മറ്റേ സൈഡ് കല്ല് വെച്ച് ഇതാക്കി വെച്ചിരിക്കുന്നു, വണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞു. ആ വെള്ളം, നന്നാരി സർബത്ത്, 2 എഗ് പഫ്സ്, പിന്നെ രഗില്. യെസ്, ചിയേഴ്സ്. 2 hours later. ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു വിടാൻ പോവുകയാണ്. ഇപ്പോൾ ഓടിച്ചു വന്ന് കഷ്ടപ്പെട്ട് LNT എത്തിച്ചിട്ടുണ്ട്. ഹൈവേ കിട്ടി. അതെ, ആ കാര്യം ആദ്യത്തെ മറ്റേ ഗട്ട് റോഡൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ തണുപ്പാണല്ലോ. അത് കഴിഞ്ഞ് മല അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു റോഡ് കിട്ടി. ഇനി 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 വേണ്ട അതിക്കൂടെ. പക്ഷെ കുഴപ്പമില്ല, നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിസംബർ വരാൻ അതെ, നല്ല തണുപ്പായിരുന്നു. അതെ, അല്ലെങ്കിൽ ഇതുപോലെ റെഡ് ബുള്ളൊക്കെ കുടിച്ചിരിക്കേണ്ടി വരും കടയിലും അല്ലേ. മഴ പോയിട്ട് പോലും ഇല്ല. ഇതാ ഇനി പാലക്കാടൻ ചൂടിന്റെ പരവതാനിയിലേക്ക്. ഇനി ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 6 മണിയാകുമ്പോൾ വർക്ക് ചെയ്യാൻ കയറണം. അപ്പോൾ ബൈ ബൈ, സി യു, താങ്ക് യു. 2 hours later. നമ്മൾ നാട്ടിലെത്തി ഫൈനലി. അപ്പോൾ
ബൈ ബൈ. എന്താക്കാണ്? ബൈ ബൈ. ബൈ 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 ബൈ. അടുത്ത ബൈ.